വീട്ടിലുള്ള എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്യാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീട് വളരെ ചെറുതാണ്, സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണ്, ഷെൽഫുകൾ വളരെ ലിമിറ്റഡ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലോ അപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റോറേജ് സ്പേസ് കുറവാണ്, അതുപോലെ ഷെൽഫുകൾ നമുക്ക് കൂടുതൽ പണിയാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് ഫർണിച്ചറുകൾ വാങ്ങുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസും കൂടി ഉള്ള പോലത്തെ ഫർണിച്ചറുകൾ വാങ്ങാം. ഇപ്പോൾ വരുന്ന TV യൂണിറ്റുകളിലാണെങ്കിലും കമ്പ്യൂട്ടർ ടേബിളുകളിലാണെങ്കിലും കട്ടിലുകളിലാണെങ്കിലും ഒക്കെ സ്റ്റോറേജ് സ്പേസും കൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇപ്പോൾ വേറെ ഷെൽഫുകളില്ല, നമുക്ക് കൂടുതൽ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പേസും കൂടി നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിൽ സാധനങ്ങൾ വെക്കാൻ സ്ഥലം കുറവാണ്, ഷെൽഫിൽ സ്ഥലമില്ല എന്നൊക്കെ ഉള്ള ആളുകൾക്ക് അതുകൊണ്ട് ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസും കൂടി ഉള്ള തരത്തിലുള്ള ഫർണിച്ചറുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടുതൽ ഐറ്റംസ് നമുക്ക് ഈ ഫർണിച്ചറുകളുടെ സ്റ്റോറേജ് സ്പേസിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. സ്റ്റോറേജ് സ്പേസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആ സ്ഥലത്തെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു വഴിയാണ് കാറ്റഗറൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഒരൊറ്റ ഷെൽഫിൽ 4 തട്ടുകളുണ്ട്. ഇതിൽ 2 സെഗ്മെൻറ്റ്സ് നമ്മൾ മെഡിസിൻസ് സ്റ്റോർ ചെയ്യാനും 2 സെഗ്മെൻറ്റ്സ് നമ്മൾ കോസ്മെറ്റിക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു സ്പേസ് ആണെങ്കിൽ കൂടിയും എല്ലാ സാധനങ്ങളെയും ഉൾക്കൊള്ളിച്ച് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ആ സ്പേസിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. കിച്ചണിലാണെങ്കിലും പറഞ്ഞതുപോലെ പൾസസ് പ്രത്യേകം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് പ്രത്യേകം, അതുപോലെ റൈസ് വെറൈറ്റീസ് ഒക്കെ പ്രത്യേകം നമ്മൾ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാത്ത പല ഭാഗങ്ങളിലും നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കണ്ടെത്താവുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ, ഇപ്പോൾ ഫ്രിഡ്ജിന് മുകളിലുള്ള ഭാഗം നമ്മൾ സ്റ്റോറേജിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റോറേജ് പർപ്പസിന് അല്ലെങ്കിൽ കൂടിയും നമുക്ക് ആ ഭാഗം കൂടി നമുക്ക് വീട്ടിൽ സ്റ്റോറേജ് സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. സ്ഥലം കുറവുള്ള വീടുകളിൽ അതുകൊണ്ട് ഇതുപോലത്തെ സീക്രട്ട് ഓർഗനൈസേഷൻ സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ച് ആ ഭാഗവും കൂടി കൂടുതൽ നമുക്ക് സ്റ്റോറേജിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് സ്റ്റോറേജ് സ്പേസിനെ ഡബിൾ ചെയ്യിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കബിൾ മെത്തേഡാണ്. ഉദാഹരണത്തിന് ഹൈറ്റ് കൂടിയ ക്യാബിനറ്റ്സിൽ, ഇപ്പോൾ കിച്ചൺ ക്യാബിനറ്റ്സിലാണെങ്കിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റാക്കബിൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒത്തിരി കണ്ടെയ്നേഴ്സ് നമുക്ക് ഒറ്റ ഒരു ക്യാബിനറ്റിൽ തന്നെ വയ്ക്കാനായിട്ട് സാധിക്കും. സ്റ്റോറേജിനായിട്ട് നമുക്ക് അധികം സ്പേസ് ഇല്ല, നമ്മുടെ ക്യാബിനറ്റ് വളരെ ചെറുതാണെങ്കിൽ കൂടിയും നമ്മൾ ഇതുപോലത്തെ സ്റ്റാക്ക് സ്റ്റോറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സ്ഥലത്തും കൂടുതൽ ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാനും അതുപോലെ സ്റ്റോറേജ് സ്പേസിനെ നമുക്ക് ഡബിൾ ചെയ്യാനും സാധിക്കും. ഒരൊറ്റ ഡ്രോറിൽ തന്നെ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ, ഡിവൈഡേഴ്സ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഡ്രോറിൽ തന്നെ നമുക്ക് എക്സ്ട്രാ പലതരത്തിലുള്ള സെക്ഷൻസ് ആക്കി തിരിക്കുക എന്നുള്ളതാണ് ഈ ഡിവൈഡേഴ്സ് നമ്മൾ വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഒരൊറ്റ ഡ്രോറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ഡിവൈഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. ഇപ്പം നമുക്ക് പൈസ കൊടുത്ത് ഡിവൈഡേഴ്സ് ഒന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യം തന്നെയില്ല. നമ്മൾ നേരത്തെ നോ കോസ്റ്റ് ഓർഗനൈസറിൽ കാണിച്ചതുപോലെ പലതരത്തിലുള്ള നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ ഡിവൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സീറോ കോസ്റ്റ് റെഡി ടു യൂസ് ഓർഗനൈസർ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഡേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ചോക്ലേറ്റ് ബോക്സ്, അതുപോലെ തന്നെ എഗ് ബോക്സുകൾ, അതുപോലെ ഫോണിൻ്റെ കവറുകൾ എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസിനെ കൂടുതലായിട്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ഐറ്റംസ് ഒരൊറ്റ ഡ്രോറിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ടും ഇതുപോലെ നമ്മുടെ ഡിവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. ചെറിയ സ്ഥലങ്ങളിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗ്ഗമാണ് നമ്മൾ കോർണർ ഷെൽഫുകൾ യൂസ് ചെയ്യുന്നത്. കോർണറുകളിലേക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കുന്ന രീതിയിലുള്ള ഘടന ആയതുകൊണ്ട് തന്നെ നമുക്ക് കോർണർ സ്പേസും കൂടി മാക്സിമം സ്റ്റോറേജിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
പ്രത്യേകമായിട്ട് ഷെൽഫുകൾ പണിത് എടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ വാൾ സ്പേസിലും നമുക്ക് പ്രത്യേകമായിട്ടൊരു ഷെൽഫ് ഫിറ്റ് ചെയ്യേണ്ട അത്രയും സ്പേസ് ഉപയോഗിക്കാതെ തന്നെ കോർണറിൽ നമുക്ക് ഇങ്ങനത്തെ ഷെൽഫുകൾ നമുക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ യൂട്ടിലിറ്റി ഏരിയയിലാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ അടുത്ത് വാഷിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ഡിറ്റർജൻറ്റ് പൗഡർ കംഫർട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിലും നമ്മൾ കൗണ്ടർ ടോപ്പിന് അടുത്ത് തന്നെ വർക്കിംഗ് സ്റ്റേഷന് അടുത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് കോർണർ ഷെൽഫുകൾ ഒരുപാട് സഹായിക്കും. ചെറിയ വീടുകളിൽ സ്റ്റോറേജ് സ്പേസ് ഒട്ടുമില്ല എന്നുള്ള ഒരു വിഷമത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കോർണർ സ്പേസും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കോർണർ ഷെൽഫുകൾ വെച്ച് ഒരു പരിധി വരെ നമ്മുടെ സ്പേസ് കുറച്ച് കൂട്ടാനായിട്ട് സ്റ്റോറേജ് സ്പേസ് കുറച്ച് കൂട്ടാനായിട്ട് സാധിക്കും. സ്പേസ് കുറവുള്ള വീടുകളിൽ ഇപ്പോൾ കോർണർ സ്പേസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഡോർ സ്പേസും നമുക്ക് മാക്സിമം സ്റ്റോറേജിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. ഡോർ സ്പേസിലുള്ള സ്റ്റോറേജും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സെൽഫ് അഡ്ഹസീവ് ഹുക്കുകൾ ഉപയോഗിക്കാം. കുട്ടികളുടെ കബോർഡിലാണെങ്കിൽ അവരുടെ എസെൻഷ്യൽസ് ബാഗ്സ് അതുപോലെ ഹാറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സെൽഫ് അഡ്ഹസീവ് ഹുക്കുകളുടെ സഹായത്തോടെ തൂക്കിയിടാവുന്നതാണ്. അതുപോലെ തന്നെ ലഞ്ച് ബാഗുകൾ, പിന്നെ ഡോറിന് മുകളിലാണെങ്കിൽ ഇതുപോലത്തെ ഡോർ ഹാങ്ങർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് ഇടാവുന്നതാണ്. പ്രത്യേകമായിട്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഷെൽഫുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്തിടാൻ കഴിയുന്ന സാധനങ്ങൾ ഇതുപോലത്തെ ഹാങ്ങർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോർ സ്പേസിൽ ഹാങ് ചെയ്തിട്ട് ആ സ്പേസും കൂടി നമുക്ക് സ്റ്റോറേജിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുക്കളയുടെ ക്യാബിനറ്റ് ഡോറിലും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കൂട്ടാനായിട്ട് അതായത് കിച്ചൺ ടവലൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് ഇതുപോലത്തെ കിച്ചൺ ടവൽ ഹോൾഡറും യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് പോരാ അല്ലെങ്കിൽ ഷെൽഫിൽ സ്ഥലം പോരാ അങ്ങനത്തെ പരാതികളുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നത് ഹാങ്ങിങ് മെത്തേഡാണ്. മാക്സിമം സാധനങ്ങൾ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം. ഡോർ സ്പേസിൽ നമ്മൾ എക്സ്ട്രാ ഹുക്കുകളും അതുപോലെ തന്നെ ഹാങ്ങറും യൂസ് ചെയ്തതുപോലെ തന്നെ ഇതുപോലത്തെ എസ് ഹുക്കുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്പേസിൽ മാക്സിമം സാധനങ്ങൾ ഹാങ് ചെയ്തിടാനായിട്ട് സാധിക്കും. അടുക്കളയിൽ സ്റ്റോറേജ് സ്പേസ് കുറവുള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ എസ് ഹുക്കുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വിൻഡോ സ്പേസും കൂടി മാക്സിമം സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യാം. അപ്പം അതിനായിട്ട് പാനുകൾ അതുപോലെ തന്നെ ചോപ്പിംഗ് ബോർഡുകൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഹുക്കുകളുടെ സഹായത്തോടു കൂടി ഹാങ് ചെയ്തിടാം. വീടിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ ഹുക്കുകളുടെ സഹായത്തോടു കൂടി നമുക്ക് സാധനങ്ങൾ ഹാങ് ചെയ്തിടാം. അതുപോലെ തന്നെ ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് ഇതുപോലത്തെ കപ്പ് ഹോൾഡറും യൂസ് ചെയ്യാവുന്നതാണ്. ക്യാബിനറ്റിൻ്റെ അടിയിൽ നമുക്കിത് പിടിപ്പിക്കാവുന്നതാണ്. ഈസി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും കഴിവുള്ള ഇത്തരത്തിലുള്ള കപ്പ് ഹോൾഡറിൽ നമുക്ക് കപ്പുകൾ മാത്രമല്ല അടുക്കളയിൽ യൂസ് ചെയ്യുന്ന മറ്റ് പല ഐറ്റംസും ഹാങ് ചെയ്തിടാം. സ്റ്റോറേജ് സ്പേസ് കുറവുള്ളവർക്ക് അപ്പോൾ മാക്സിമം സാധനങ്ങൾ ഇതുപോലെ ഹാങ് ചെയ്തിട്ട് ആ ഒരു സ്പേസും കൂടി ഉപയോഗിക്കാവുന്നതാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. സ്പേസ് കുറവുള്ളവർക്ക് മാക്സിമം അവരുടെ സ്റ്റോറേജ് സ്പേസ് കൂട്ടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴി വെർട്ടിക്കൽ സ്പേസിന്റെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റോറേജിൽ ഉള്ള സ്ഥലത്ത് നമ്മൾ അതിന്റെ സ്റ്റോറേജ് ഇരട്ടിയാക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ ചില ഓർഗനൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വെർട്ടിക്കൽ സ്പേസ് മാക്സിമം ഉപയോഗിക്കാനായിട്ട്. വെർട്ടിക്കൽ സ്പേസ് മാക്സിമം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്റ്റീൽ റാക്കുകളുടെ സഹായത്തോടു കൂടി സ്റ്റോറേജ് സ്പേസിനെ ഇരട്ടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഷെൽഫുകൾക്കുള്ളിലാണെങ്കിൽ വെർട്ടിക്കൽ സ്പേസ് കൂടുതൽ മാക്സിമം ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ അണ്ടർ ദ ഷെൽഫ് റാക്കുകൾ ഉപയോഗിക്കാം. ഷെൽഫിനുള്ളിലും സ്റ്റോറേജ് സ്പേസ് കൂട്ടാനായിട്ട് അതായത് വെർട്ടിക്കൽ സ്പേസിന്റെ മാക്സിമം ഉപയോഗത്തിനായിട്ട് നമുക്ക് സ്റ്റീൽ റാക്കുകൾ അതുപോലെ ഇതുപോലെ അണ്ടർ ദ ഷെൽഫ് റാക്കുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ക്ലോത്ത് കബോർഡ്സിലും നമുക്ക് വെർട്ടിക്കൽ സ്പേസിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ഓർഗനൈസറുകൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഹാങ്ങിങ് ക്ലോത്ത് ഓർഗനൈസറൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഒറ്റ ഒരു തട്ടിൽ ഒരുപാട് സെക്ഷൻസ് നമുക്ക് വെർട്ടിക്കലി കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് കുറച്ച് സ്ഥലമുള്ളെങ്കിൽ കൂടിയും വെർട്ടിക്കൽ സ്പേസിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. വീട് ചെറുതാണെങ്കിലും അതുപോലെ സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണെങ്കിലും ഷെൽഫുകൾ പരിമിതമാണെങ്കിലും ഒക്കെ നമുക്ക് പ്രയോഗിക്കാവുന്ന ചില ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.